ഹലോ ഗൈസ്, വെൽക്കം ടു സയൻസ്. കളിക്കാൻ പറ്റിയ സാധനം അല്ലേ? ഇപ്പോൾ ഇതിനകത്ത് ഈ പൊട്ടാസ് കിട്ടുന്നത് ഇങ്ങനത്തെ കണ്ടോ, ഇങ്ങനെ ക്യാപ്പായിട്ടാണ്. ഇതിന് ക്യാപ്പ് ഗൺ എന്നാണ് കേട്ടോ പറയുന്നത്. ക്യാപ്പ് ഗൺ എന്ന് മീൻസ് നമ്മുടെ തോക്കിനകത്തൊക്കെ, സാധാരണ വലിയ തോക്കിനകത്തൊക്കെ ഈ ഫസ്റ്റത്തെ സാധനം നമ്മുടെ വെടിമരുന്നല്ലേ തോക്കിനകത്ത്, എന്തായാലും തോക്കിനകത്ത് യൂസ് ചെയ്യുന്ന ഗൺ പൗഡർ ഇഗ്നൈറ്റ് ചെയ്യാനായിട്ട്, കത്തിക്കാനായിട്ട് ഫസ്റ്റ് യൂസ് ചെയ്യുന്നത് ഇതുപോലൊരു ഒരു ഒരു ക്യാപ്പ് എന്ന് പറഞ്ഞ സാധനമാണ്. ഇതിനകത്ത് ഷോക്ക് വരുമ്പോൾ കത്തുന്ന രീതിയിലുള്ള ഒരു കെമിക്കലാണുള്ളത്. ഓക്കെ, അപ്പോൾ സാധാരണ തോക്കാണെങ്കിൽ നേരെ വെടിമരുന്ന് കത്തിക്കുമല്ല, പകരം ഈ ഒരു ക്യാപ്പ് വെച്ചിട്ട് ഈ ക്യാപ്പിലോട്ടാണ് ഈ സ്ട്രൈക്കർ വന്നിട്ട് നമ്മൾ കാഞ്ചി വലിക്കുമ്പോൾ സ്ട്രൈക്കർ വന്നടിക്കും. ഇത് ആദ്യം കത്തും, ഇത് കാരണം വെടിമരുന്ന് കത്തും, ഗൺ പൗഡർ കത്തും, അങ്ങനെ ബുള്ളറ്റ് ഫ്രണ്ടിലോട്ട് തെറിച്ചു പോകും. അപ്പോൾ അതാണ് പ്രോസസ്സ്. അപ്പോൾ ഞാൻ പറയാൻ വന്നത് എന്താണെന്ന് വെച്ചാൽ, ഇത് ഇപ്പോൾ ഇങ്ങനെയാണ് കിട്ടുന്നതെന്നാണ് പറയാൻ വന്നത്. ഈ ഒരു ക്യാപ്പ് എന്ന് പറയുന്ന സാധനം പണ്ട് നമുക്ക് ഇതിനകത്ത് വെക്കുന്ന ഈ ക്യാപ്പ് കിട്ടിക്കൊണ്ടിരുന്നത്, മീൻസ് പൊട്ടാസ് കിട്ടിക്കൊണ്ടിരുന്നത് റോളായിട്ടാണ്. ഇപ്പോൾ കിട്ടുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ഇങ്ങനത്തെ ഇത് ഒരെണ്ണത്തേലൊരു 3 6 2 8 തവണ പൊട്ടിക്കാവുന്ന ഒരു റിങ് പോലൊരു സാധനം. അപ്പോൾ ഇത് നമുക്ക് 8 തവണ പൊട്ടിക്കാം, പിന്നെ എടുത്ത് വെക്കണം. പണ്ട് അങ്ങനെയല്ലായിരുന്നു, റോളായിട്ട് ഇഷ്ടംപോലെ കുറേ എണ്ണം ഉണ്ടായിരുന്നത്. 10-25 ഇങ്ങനെ പാട് പോലെ ചെറിയ മുഴ പോലെ ഉണ്ടായിരുന്നു, മുഴച്ചിരിക്കുന്ന പോലെ. അപ്പോൾ അതിൽ ഓരോന്നേലും ഇങ്ങനെ ഇടിച്ചിടിച്ച് പൊട്ടിക്കുമായിരുന്നു, ഭിത്തിയാൽ ഉരച്ച് പൊട്ടിക്കുമായിരുന്നു, എല്ലാം കൂടെ ചുരുട്ടി വെച്ചിട്ട് വലിയ ചുറ്റിയൊക്കെ ഇടിച്ച് പൊട്ടിക്കുമായിരുന്നു. അങ്ങനത്തെ പരിപാടിയൊക്കെ കാണിക്കുമായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ പൊട്ടാസ് ഉണ്ടാക്കാൻ പോവാണ്. മീൻസ് ഷോക്ക് വന്നാൽ, ഒരു ഷോക്ക് കൊടുത്താൽ പൊട്ടുന്ന രീതിയിലുള്ള ഒരു സാധനം നമ്മൾ ഉണ്ടാക്കാൻ പോവാണ്. ഉണ്ടാക്കുന്നത് ഇതുപോലെ തീപ്പെട്ടി യൂസ് ചെയ്താണ് കേട്ടോ. അപ്പോൾ ഒരുപാട് പേർക്ക് അറിയായിരിക്കും തീപ്പെട്ടിയുടെ ഇതിലുള്ള ഈ സ്ട്രൈക്കറുള്ള ഈ ചുമന്ന സാധനം, അല്ലെങ്കിൽ ചിലതിൽ കറുത്ത സാധനമായിരിക്കും. എന്തായാലും ഇതും അതുപോലെ തന്നെ ഈ തീപ്പെട്ടിയുടെ ഈ ഹെഡിലുള്ള ഈ ഒരു മരുന്നും കൂടെ നമ്മൾ കൂട്ടി മിക്സ് ചെയ്തിട്ട് അത് ഇതുപോലെ തന്നെ ഇടിച്ചാൽ അത് പൊട്ടുന്ന രീതിയിലുള്ള ഒരു സംഗതി ആയിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള പ്രൊജക്റ്റാണ്. ഇതിന് ആംസ്ട്രോങ് മിക്സ്ചർ എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്തായാലും ട്രൈ ചെയ്യാൻ പോവാണ്, തീപ്പെട്ടി വെച്ച് നമുക്ക് പൊട്ടാസ് ഉണ്ടാക്കാൻ പറ്റുമെന്ന്. അപ്പോൾ എന്തായാലും വീഡിയോ എല്ലാവരും മുഴുവൻ കാണുക. നമുക്ക് ഫസ്റ്റ് ചെറുതായിട്ടൊന്ന് പരീക്ഷിക്കാം, പിന്നെ നമുക്ക് കുറച്ച് വലുതായിട്ട് പരീക്ഷിക്കാം. ഓക്കെ, ഓക്കെ, അപ്പോൾ അത് വർക്ക് ചെയ്യും. ഇത് 100 പെട്ടി തീപ്പെട്ടിയുണ്ട്.
അങ്ങനെ നമ്മൾ 100 സേഫ്റ്റി മാച്ചസിലെ ഈ സ്ട്രൈക്കർ ഭാഗം ഫുള്ള് റിമൂവ് ചെയ്ത് ചിരണ്ടി എടുത്തു. എന്നിട്ട് നമുക്ക് കിട്ടിയത് ആകെ ഇത്ര കിട്ടിയുള്ളൂ കേട്ടോ. വെറും ഇത്ര റെഡ് ഫോസ്ഫറസ് നമുക്ക് കിട്ടിയുള്ളൂ. അത്ര ഉണ്ടാകുന്നുള്ളൂ ഇതിൽ. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ മാച്ച് സ്റ്റിക്കിലെ കെമിക്കൽ ഫുള്ള് റിമൂവ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അത് എടുക്കാം. അപ്പോൾ 100 തീപ്പെട്ടിയിൽ നിന്ന് സ്ട്രൈക്കറിലുള്ള ഈ റെഡ് ഫോസ്ഫറസ് നമ്മൾ കളക്ട് ചെയ്തിട്ട് ആകെ ഇത്ര കിട്ടിയുള്ളൂ കേട്ടോ. കണ്ടില്ലേ, ആകെ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ നേരെ ഡബിളാണ് നമ്മൾ മാച്ച് സ്റ്റിക്കയിലെ മിക്സ് യൂസ് ചെയ്യുന്നത്. അതപ്പോൾ ഇത്രയേ ഉണ്ടാകുള്ളൂ. ഓക്കെ, അപ്പോൾ ബാക്കി മാച്ച് സ്റ്റിക്കയിലെ മിക്സ് ഫുള്ള് നമ്മൾ കളക്ട് ചെയ്തപ്പോഴത്തേക്കും ഇത്രയും നമുക്ക് കൂടുതലുണ്ട്. ഓക്കെ, കുറേ അധികമുണ്ട്. ഓക്കെ, അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് കുറേ ചെറിയ പൊട്ടാസ് ഉണ്ടാക്കണോ അതോ വലിയ ഒരെണ്ണം ഉണ്ടാക്കണോ? അതാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത്. വലിയ ഒരെണ്ണം ഉണ്ടാക്കുന്നതായിരിക്കും അല്ലേ ഇച്ചിരിയും കൂടി ഇൻട്രസ്റ്റിംഗ്. അപ്പോൾ ബാക്കി മാജസ്റ്റിക്കയിലെ മിക്സ് ഫുള്ള് നമ്മൾ കളക്ട് ചെയ്തപ്പോഴത്തേക്കും ഇത്രയും നമുക്ക് കൂടുതലുണ്ട്. എന്നെ കൊടുക്കുന്ന സൗണ്ടായിരുന്നു എൻ്റെ ദൈവമേ. അങ്ങ് മലമോളിൽ നിന്ന് വരെ അതിൻ്റെ എക്കോ അടിച്ച പോലെ സൗണ്ട് കേട്ടു. വലിയൊരു പടക്കം പൊട്ടിച്ച പോലെ തന്നെ ഉണ്ടായിരുന്നു. അതുപോലെ പവറായിരുന്നു. നാട്ടുകാർ വിചാരിക്കും ഇത് ഏതവനടാ ഈ നേരത്ത് പടക്കം പൊട്ടിക്കുന്നതെന്ന്. വിഷു ഒക്കെ കഴിഞ്ഞിട്ട് നാള് കുറേ ആയല്ലോ എന്ന്. എനിക്ക് വേണ്ടി ഇങ്ങനെ സ്വഭാവം ഉണ്ടായിരുന്നു. ഈ ഫെസ്റ്റിവൽസ് ഒക്കെ കഴിയുമ്പോഴത്തേക്കും പടക്കമൊക്കെ മേടിക്കും. വിഷുവും ക്രിസ്മസും അതുപോലെ തന്നെ ദീപാവലിയൊക്കെ വരുമ്പോഴത്തേക്കും ഇവിടെ പടക്കം കിട്ടും. അപ്പോൾ പടക്കമൊക്കെ മേടിച്ച് കുറേ പൊട്ടിക്കൊക്കെ ചെയ്തിട്ട് മിച്ചം കുറച്ച് പടക്കം എടുത്ത് മാറ്റി വെക്കും. അത് പൊട്ടിക്കുകയില്ല. അത് എന്തിനാന്ന് വെച്ചാൽ അത് പിന്നീട് ഒരു ആഗ്രഹം തോന്നുമ്പോഴത്തേക്ക് 2 എടുത്ത് പൊട്ടിക്കാനാണ്. അങ്ങനെ ഒരു അസുഖം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇപ്പോൾ എവിടെയെങ്കിലുമൊക്കെ സമയമല്ലാത്ത സമയത്ത്, മീൻസ് ഫെസ്റ്റിവൽസ് ഒന്നും ഇല്ലാത്ത സമയത്ത് എവിടെയെങ്കിലുമൊക്കെ പടക്കം പൊട്ടിക്കുന്ന കേൾക്കുമ്പോഴത്തേക്കും ഞാൻ ആലോചിക്കും, എൻ്റെ കാര്യം തന്നെ ഞാനിപ്പോൾ ആലോചിക്കും, എൻ്റെ സ്വഭാവമുള്ള ഏതോ ഒരുത്തിന് എവിടെയോ ഉണ്ടെന്ന്. പണ്ട് മുതലേ തീ കൊണ്ട് കളിക്കാനായിട്ട് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു എനിക്ക്. അതിനുള്ള അടയാളങ്ങൾ, മാർക്സൊക്കെ അവിടെ എവിടെയൊക്കെ കിട്ടിയിട്ടുണ്ട്, ആവശ്യത്തിന് കിട്ടി ബോധിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്ന് ചെയ്ത ഈ പ്രൊജക്റ്റ് ഭയങ്കര രീതിയിൽ ഡേഞ്ചറസ് ആണ് കേട്ടോ. നമുക്കങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പോലും പറ്റത്തില്ല ഈ 2 സാധനങ്ങളും കൂടെ. അതായത് ഈ മാച്ച് സ്റ്റിക്കിൻ്റെ ഈ ഉരയ്ക്കുന്ന സ്ഥലത്തെ, അതുപോലെ തന്നെ മാച്ച് ഹെഡയിലെ സാധനം പൊടിച്ചിട്ട് ഒരുമിച്ച് മിക്സ് ചെയ്തിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്ന പോലും സേഫ് അല്ല. കാരണം എന്തെങ്കിലും കാരണം വെച്ചാൽ ചിലപ്പോൾ ഒന്ന് താഴെ വീണിട്ടൊരു ഷോക്ക് കിട്ടി അല്ലെങ്കിൽ പൊട്ടാൻ പോകുന്നൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പോൾ അതുപോലെ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു സംഗതിയാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പ്രൊജക്റ്റ് നമ്മൾ ചെയ്തു. പക്ഷേ എങ്കിൽ ആ രീതി വീട്ടിൽ പരീക്ഷിച്ചിട്ട് കണ്ണും മൂക്കും ചെവിയൊന്നും ഇല്ലാണ്ടാക്കിയേക്കല്ലേ, അതിന് ഞാൻ ഉത്തരവാദിയല്ല. ഓക്കെ.
അപ്പോൾ അത്രയും പവർ ഉള്ള പോലെ തന്നെ അതുപോലെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കാര്യം കൂടാണ് ഇത് ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഈ മാച്ചിൻ്റെ ഹെഡിലുള്ള പൊടിയും അതുപോലെ തന്നെ ഇതിൻ്റെ സൈഡിലുള്ള പൊടിയും നല്ല രീതിയിൽ പൊടിയണം, എന്നിട്ട് മാത്രം നമ്മൾ കൂട്ടി ചേർക്കുകയുള്ളൂ. കാരണം നമുക്ക് ഒരുമിച്ചിട്ടിട്ട് പൊടിച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഉരയ്ക്കുന്ന ഇതുകൊണ്ട് കത്തും, ഒറ്റ പൊട്ടും അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. എങ്കിൽ പോലും ഈ മാച്ച് ഹെഡിലുള്ള കെമിക്കലാണെങ്കിൽ തന്നെ നമ്മൾ നന്നായിട്ട് പൊടിച്ചെടുക്കുമ്പോഴത്തേക്കും ഫ്രിക്ഷനും ചൂടും ഉണ്ടായാലേ അതും പൊട്ടും. ഓക്കെ, അപ്പോൾ എന്തായാലും ഞാനത് ഹാർഡ് വേ തന്നെ മനസ്സിലാക്കേണ്ടി വന്നു. ഞാനത് മിക്സ് ചെയ്ത് ഉരച്ച് പൊടിച്ചുകൊണ്ടിരുന്ന സമയത്ത് പൊട്ടിത്തെറിച്ചു. എന്തോ ഭാഗ്യത്തിന് വലിയ കാര്യമായിട്ടൊന്നും പറ്റിയില്ല. ചെവിയിൽ ഇപ്പോഴും ഇങ്ങനെ കീന്നൊരു ഒച്ചയുണ്ട്, ഒരു മൂളൊക്കെ ഉണ്ട് ഇപ്പോഴും. അപ്പോൾ എന്തായാലും പരീക്ഷിച്ച് നോക്കാനായിട്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പ്രൊജക്റ്റാണിത്, അതുപോലെ തന്നെ ഡേഞ്ചറസ് ആയിട്ടുള്ള പ്രൊജക്റ്റുമാണ്. ഓക്കെ, അപ്പോൾ നമ്മളെന്തായാലും ജസ്റ്റ് ഒരു കെമിസ്ട്രി പഠിച്ചു, ഒരു മാച്ച് സ്റ്റിക്കിൻ്റെ ബോക്സും കുറച്ച് മാച്ച് സ്റ്റിക്കും കൊണ്ടിട്ട് എങ്ങനെയാണ് പൊട്ടാസ് ഉണ്ടാക്കുന്നതെന്ന് അല്ലേ. ഓക്കെ ഗൈസ്, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് അടിച്ചേക്കുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. നമുക്കപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ബൈ.